ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ രക്ഷിക്കണം. അമ്മേ, എന്റെ രോഗത്തിന് ഇത്ര വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങിക്കരുത്. ആമിനെ അമ്മിണിയാക്കിയിട്ട് വിവാഹം കഴിക്കാൻ മാത്രം ഞാൻ അത്ര ആർപ്പണിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ ഓർത്താണ് ഞങ്ങൾ പറഞ്ഞത്. സ്ത്രീധനം പോലെ മതത്തെയും കാണുന്നു. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം പോലെ. അത്ര നിർബന്ധമായിരുന്നെങ്കിൽ എന്നോട് ആ മതം സ്വീകരിക്കാൻ പറയാമായിരുന്നു. അങ്ങനെ തോന്നലുണ്ടായി ഞങ്ങൾ നിന്റെ അച്ഛനമ്മ ആയിരിക്കത്തില്ല. അമ്മേ, ഇസ്ലാം മതത്തെക്കാൾ മഹത്തായതാണ് ഹിന്ദുമതം എന്ന് അവളോട് പറയൂ, പഠിപ്പിക്കൂ, വിശ്വസിക്കട്ടെ അവൾ. പക്ഷെ മകന് വിവാഹം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ആവരുത്. ആമിന, എനിക്ക് മാപ്പ് തരൂ. ആമിന, എനിക്ക് മാപ്പ് തരൂ. ഈ ഇരുത്തത്തിന് എന്താ ഇപ്പൊ ഒരർത്ഥം? ഞമ്മക്കുള്ളതെല്ലാം പെൺകുട്ടികളായിപ്പോയില്ലേ. ആ മൂത്തതെങ്കിലും ആണായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പെൺകുട്ടിനെ നമുക്ക് കെട്ടിച്ചെടുക്കായിരുന്നു. അതിനിപ്പോ പടച്ചോൻ തന്നില്ലല്ലോ. ഈ മാനവും മാനക്കേടും ഒന്നും നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ രണ്ടാളും കൂടെ പോയി ആ ആചാര്യെ തന്നെ ഒന്ന് കണ്ടോളി, അതാ നല്ലത്. എന്താണ് കൃഷ്ണ നിന്റെ അഭിപ്രായം? ആചാര്യ 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 ഇല്ല ഇവിടെ. വൈതെറ്റ് വന്നതാണ്. അല്ല ആചാര്യ. കൃഷ്ണ, നിന്നെ ഈ വീട്ടിന്റെ പടീന്റെ അടുത്ത് കെട്ടാൻ പാടില്ലാത്തതാണ്. പക്ഷെങ്കിൽ നമുക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. അതിനു മുമ്പിട്ട് നീ വന്ന കാര്യം പറ. ആമിനാക്ക് പ്രായമായി. ആകാണ്ടിരിക്കുവോ? അവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണം. ഏത് പലഹാരവും ഇരുന്ന് പഴകിയാ പിന്നെ ചെലവാകൂല. അതിന് പറ്റിയവരാരും ഈ തറവാടിന്റെ അകത്ത് ഇല്ല. ഞമ്മ ഇക്കൂടെ ഒന്നും പറഞ്ഞില്ല. നിന്നിട്ട് ഞമ്മളും മുണ്ടിട്ടില്ല. ഇബ്രാഹിംകുട്ടി മുണ്ടാതെ നിൽക്ക്. നിങ്ങൾ ഇങ്ങനെ തണുത്ത വർത്താനം പറയല്ലേ ആചാര്യ, ഞമ്മക്ക് സഹിക്കാൻ കഴിയില്ല. മുതലാളി, ഇവന്റെ ബുദ്ധിമോശം കൊണ്ടാണെന്ന് വിചാരിച്ചാലും വിരോധമില്ല. അന്ന് തോന്നിയതുപോലെ ഞാൻ എന്തോ ചെയ്തു. പറഞ്ഞതുപോലെ ഞാൻ അവളെ വളർത്തിയെടുത്തിട്ടുണ്ട്. എന്റെ വിശ്വാസത്തിന്റെ നിഴല് പോലും അവളുടെ മനസ്സിലോ ശരീരത്തിലോ ഞാൻ പതിപ്പിച്ചിട്ടില്ല. ശരിയാണ് ആചാര്യ, ഞാനതിന് സാക്ഷിയാണ്. സാക്ഷി? കള്ള സാക്ഷിന്റെ പറയണ. എടാ, നിന്റെ ഒരു ബലത്തിന്റെ പുറത്തെ ഏതൊക്കെ കാട്ടിക്കൂട്ടുന്നത് അറിയാവോ? ബ്രാഹ്മട്ടിക്ക, അള്ളാഹു തആല എല്ലാം കാണുന്നവനാണെങ്കിൽ അവനിക്ക് നമ്മളെക്കാൾ കൃപയുള്ളവൻ കൃഷ്ണനായിരിക്കും. ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കുന്ന നിന്റെ അടിവരച്ച് നോക്കി അതിന്റെ അമ്മയ്ക്ക് അനുവാദം ഉണ്ടാ? ഒരു ഇസ്ലാമിന്റെ നാട്ടും കൊണ്ടാണ് അയ്യാ വിചാരിച്ച് വർത്താനം പറയുന്നത്. ആണാ മുത്തവ ഒനെ മുത്തവോ വേറെ മുത്തവോ മുത്ത നീ ഇങ്ങനെ തുള്ളിച്ചാടുന്ന എന്നാണ് ഞമ്മക്ക് ഇവിടെ ഇല്ലാത്തത്. നമ്മുടെ ചോര വെച്ചിട്ട് ഇസ്ലാമിന്റെ ചോര കയ്യെങ്കിൽ നിങ്ങൾ ഇവർ രണ്ടുപേരും ചവിട്ടി പുറത്താക്കി. ഇല്ലെങ്കിൽ നമ്മളെ ചവിട്ടി പുറത്താക്കി കയ്യോട് കൂടി കൊടുക്കും. മുതലാളി എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തരണം. മാപ്പ് വടിയെടുത്ത് നിലവന്നേക്ക് വീക്കർ അതാ വേണ്ടത്. ബ്രാഹ്മട്ടിക്ക, കൃഷ്ണൻ വന്നത് ഗതികെട്ടവനായിട്ടാണ്. അല്ലെങ്കിൽ നിർത്തി കഴിഞ്ഞ് മുടിയോട് പറയണം. അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടിട്ട് നീളൂല. അത്ര തന്നെ ഇയാളോടൊന്നും മര്യാദക്ക് ഇരിക്കാൻ ആചാര്യ. ചായന്റെ അകത്ത് ഉപ്പൊഴിച്ചു കൊടുത്താൽ കൊടുത്തോന്റെ മോന്തൊക്കെ ഒഴിക്കുക കാണണോ? എന്നാ കാണിക്കാൻ കാണണോ? ആ ഞമ്മ കാണിക്കും. കാണിക്കാൻ പഠിക്കുന്നതല്ല. കാണണോ? എന്താ നോക്കിയിരിക്കാതെ അടിക്കലേ ഞമ്മടെ വീട്ടില് എവിടെ മുമ്പിൽ ഓ നീ നാളേക്ക് ചോദിക്കാനും പറയാനും നിൽക്കാണ്ട് നിന്നെ ചവിട്ടി പുറത്താക്കേണ്ടതാണ്. പക്ഷെങ്കിൽ നമ്മൾ നിനക്ക് അവസരം തന്നുപോയില്ലേ? പറ, നിനക്ക് പറയാമോ? മുഴുവൻ പറ. എന്റെ മോളെ കെട്ടിച്ചയക്കണം. ഞാൻ വിചാരിച്ചേ ഇനിയൊരു രക്ഷയുള്ളൂ. ആരൊക്കെ കെട്ടിച്ചു കൊടുക്കേണ്ടത്? നീ നിന്റെ മോളെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ? ഇല്ല. എടോ, അവൾ നിന്റെ പരിചയിലിരിക്കുന്നിടത്തോളം കാലം ഞമ്മൾ വിചാരിച്ചിട്ടും രക്ഷയില്ല. പടച്ചോൻ വിചാരിച്ചാലും രക്ഷയില്ല. ഒരു വഴി ഉണ്ടാക്കി തരും മുതലാളി. അതിന് നിന്നെ പോലെ നിറയിട്ടൊരാരും വേണ്ട തയ്യാറാണ്. മുസ്ലിമായി ജനിച്ച കൊടുത്താൽ നമുക്കത് കിട്ടുക. മുതലാളി, ഞമ്മക്ക് വരാനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തോറ്റിരിക്കുന്നു മുതലാളി. ദയവ് വിചാരിച്ച്
ഇപ്പോഴെങ്കിലും നിങ്ങൾ അവളെ ഏറ്റുവാങ്ങണം. ഇനിയുള്ള ജീവിതം അവൾക്ക് നിങ്ങളുടെ വകയാകട്ടെ. ഞാൻ പോവുകയാണ്. എപ്പോ വന്നാലും ഞാൻ അവളെ നിങ്ങളുടെ കൂടെ പറഞ്ഞയച്ചു തരാം. ഇല്ല ചവിട്ടിയില്ലാന്നേ ഉള്ളൂ. ആ തരത്തിലൊരു 4 ന്യായം പറഞ്ഞിട്ടാണ് ഹാജിയാരി ആക്കിഷിനെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. ഇനി അവൻ ആ ബൈക്ക് വരൂല, ഒരു ബൈക്കും വരൂല. അങ്ങനെ വല്ലാണ്ട് ചെളിയുണ്ടാ നിങ്ങള്. ആ പെരേലി വേറൊരു ഹമുക്കുള്ളത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അതാരാണ് അവരാനെ? ആ പെണ്ണും കിഷന്റെ മരുമോഞ്ചക്കനും വലിയ അടുപ്പത്തിലാണെന്നാണ് കേൾവി. അവന് ഓളെ കെട്ടണമെന്നുണ്ട്. പക്ഷേങ്കില് കിഷൻ സമ്മതിക്കാഞ്ഞിട്ടാണ്. ഫാത്തിമ എന്ത് പറയണേ? ഇതൊക്കെ കേട്ടപ്പോ അവളവിടെ രസിക്കന്നെ വേണ്ടത്. ഇനി ആലോചിക്കാനൊന്നുമില്ലാതെ ഏതായാലും അവൻ ഇവിടെ വന്ന് നമ്മുടെ കാല് പിടിക്കും പോലെ പറഞ്ഞതല്ലേ. കുട്ടി, ഓ നീ പോയി അവളെ കൂട്ടിക്കോ. അതോ നമ്മൾ ഒറ്റയ്ക്ക് പോയാ തെറ്റാരികളെ നമ്മളെ വെറുതെ വിട്ടെന്ന് വരില്ല. മുസ്തഫാനെ വിളിക്ക്. മോനെ മുസ്തഫ, മോനെ മുസ്തഫ, 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 മുസ്തഫ. നീ വൈകുന്നേരം പോയി ആ പെണ്ണിനെയും കൂട്ടിക്കോ. ഒരു വാശിക്കാണേലും അവൾ അവിടെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല. കുട്ടി, ഓ വേണേ ഇപ്പൊ തന്നെ വിവരം അറിയിച്ചോ. ഓ നിർത്തിക്കോട്ടെ. അവളെ എവിടെ കൂടുതൽ താമസിപ്പിക്കാൻ അല്ല, ഇവിടെ താമസിപ്പിച്ചു കൂടാ. ബ്രാൻഡിന്റെ പുരയിലാണ് നല്ലത്. അപ്പൊ ഇവിടെ ആകുന്നതല്ലേ കാര്യത്തില് നമ്മുടെ നിശ്ചയമേ നടക്കൂ. നിനക്ക് ആ പെണ്ണിനോട് എന്താ ആർക്കില്ലാത്തൊരു സ്നേഹം? ഒന്നുണ്ട് ഉമ്മ. ബ്രാൻകുട്ടി, കുറച്ച് ശ്രീധരം കൊടുത്താലും വേണ്ടില്ല. നീ വേഗം ഒരുത്തനെ കണ്ടുപിടി. എല്ലാം പെട്ടെന്ന് നിങ്ങൾ നടക്കണം. ആര്യാർക്ക് ഇഷ്ടമാണെങ്കിൽ ഞമ്മളൊരു സഹായം ചെയ്യാം. ഞമ്മക്ക് 10-22 വയസ്സ് പ്രായമുള്ള ഒരു മോനുണ്ടല്ല, അവനിക്ക് തെറുപ്പാണ് ജോലി. ബീഡി വൈദ്യനല്ലേ? അതെ, കുഞ്ഞു വൈദ്യൻ. അവനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവനിഷ്ടാണെങ്കിൽ ഞമ്മക്കെന്താ വിരോധം? ഇഷ്ടക്കേട് വരത്തക്ക കാര്യമൊന്നുമില്ല. നിന്നായാൽ തന്നെ അത് നിൽക്കാതെ കഴിഞ്ഞാൽ അത് തീർന്നോളും. അവളുടെ ഇഷ്ടം നോക്കണം. മോനെ മുസ്തഫ, പെൺകുട്ടികളുടെ ഇഷ്ടം ഈ കാലത്ത് ആരും നോക്കാറില്ല. ഉള്ളേ നമ്മളെ 3ാമത്തെ കെട്ടിയോളെ കെട്ടുന്ന കാലത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എവിടെയായാലും നീ സുഖമായിരിക്കും. സുഖത്തിന് വേണ്ടിയല്ല ദേവേട്ട ഞാൻ പോകുന്നത്. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആമിന ഞങ്ങളെയൊക്കെ മറക്കുമോ? ഞാൻ എന്നെ തന്നെ മറക്കുമോ എന്ന് ചോദിച്ചൂടെ? എനിക്കൊരപേക്ഷയേ ഉള്ളൂ. എന്നെ ഓർത്ത് ദേവേട്ടൻ ദുഃഖിക്കരുത്. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖം എനിക്ക് ആനന്ദമാണ്. അത് ആമിനെ കുറിച്ചുള്ളതാകുമ്പോൾ പ്രത്യേകിച്ചും. പടച്ച തമ്പുരാനെ, എന്നെ കൊണ്ടുപോകാൻ ആരും ഇങ്ങോട്ട് വരാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കുകയില്ല. ഈശ്വരന് പോലും ഇത്തരം സന്ദർഭങ്ങളിൽ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിയും. മക്കളെ, നിങ്ങളോട് ഞാൻ എന്തോ പറയാനാ? അമ്മേ, മഹിളാ സമാജത്തിൽ അമ്മ ഒരു പ്രാസംഗികയാണല്ലോ. അവിടെ മതങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ടോ? മോനെ, ഇല്ലെങ്കിൽ അമ്മ പ്രസംഗിക്കണം. എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറഞ്ഞ് ഖുറാനും ഗീതയും ബൈബിളും തലയിലേറ്റ് നടക്കുന്നവർ വിഡ്ഢികളാണ്. ഒരിക്കലും ഈ മതങ്ങൾക്കും ദൈവങ്ങൾക്കും ഒന്നാവാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഇവിടെ ഒന്നായിട്ടുള്ളത് മജ്ജയും മാംസവും വിശപ്പും ദാഹവുമുള്ള മനുഷ്യർ മാത്രമാണ്. മതമേതായാലും കഴുത്തറുത്താൽ ചോര വരും, ശ്വാസം നിന്നാൽ മരിക്കും. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. നീ ഇവിടെ വന്നിരിക്കടാ. അത് പറയുന്ന മതക്കാർ ഇവിടെയില്ല. അവർ ദൈവങ്ങളെ പറ്റി പറയും, സ്വർഗത്തെ പറ്റി പറയും. അവർക്ക്